പ്രിയപ്പെട്ടവരെ, മമ്പുറം തങ്ങന്മാരെ സാമൂഹിക പരിസരത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അടയാളപ്പെടുത്തുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ റിഫോം മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ എല്ലാവരും അവരുമായിട്ട് ഒരർത്ഥത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു ആശയ സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ ഒരു ഊർജ സ്രോതസ്സായിട്ട് അവർക്ക് മുമ്പേ മലബാറിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തങ്ങന്മാരുടെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മുടെ തങ്ങന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോ 1750 മുതൽ 1850 വരെ, കൃത്യമായി പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് കാലമാണ് മമ്പുറം തങ്ങന്മാര് കേരളത്തിന്റെ സമൂഹത്തിൽ അവർ ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്. 1750കളിലാണ് ഹസൻ ജിഫ്രി തങ്ങൾ, സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ ആദ്യമായിട്ട് മമ്പുറത്ത് വരുന്നത്, അവിടെ സെറ്റിൽ ആവുന്നത്. അദ്ദേഹത്തിന് 1770കളിൽ മമ്പുറം സെയ്ദ് അലവി തങ്ങൾ വരുന്നു. 1844 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം സെയ്ദ് ഫൗൽ ബുക്കോയ തങ്ങൾ, മമ്പുറം തങ്ങളുടെ മകൻ, വളരെ സജീവമായിട്ട് സമൂഹത്തിലേക്ക് വരുന്നു. 1852 അദ്ദേഹം നാട് കടത്തപ്പെട്ടു. കൃത്യമായിട്ട് 1750 മുതൽ 850 വരെ, 852 വരെ ഒരു നൂറ്റാണ്ട് കാലം മലബാറിന്റെ പൊതു ഇടത്തിൽ, അന്നത്തെ പൊതു ഇടം എന്ന് പറയുമ്പോൾ പബ്ലിക് സ്ഫിയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും അത് ഇവരൊക്കെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്നൊരു സാധനം തന്നെയാണ്. കാരണം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥിതി അന്ന് ഒരു മമ്പുറം സെന്റേർഡ് ഒരു മലബാറിന്റെ ഒരു ലോകം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇവരെ കുറിച്ചുള്ള പഠനങ്ങൾ പിൽക്കാലത്ത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളിടത്താണ് ഇവര് പൊതു ചർച്ചകളിൽ എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വിഷയീഭവിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവരെ കുറിച്ച് സോഴ്സുകൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് കൊളോണിയൽ രേഖകൾ തന്നെയാണ്. ഈ കൊളോണിയൽ രേഖകളിൽ 1850 1852 സ്ട്രെയിൻസ് റിപ്പോർട്ട് അടക്കം അവിടെ നിന്നിങ്ങനെ ശേഷം ലോകന്റെ റിപ്പോർട്ടുകൾ വരെ ഉള്ള വിഷയങ്ങളിലൊക്കെ ഈ മമ്പുറം തങ്ങന്മാരെ ഒരു ഫണാറ്റിക് സോണിൽ നിന്ന് മാത്രം രേഖപ്പെടുത്തുന്ന സോഴ്സുകളാണ് ധാരാളമായിട്ടുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാഴ്ചപ്പാടിലാണ് ചരിത്രം അവരെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിന്നീട് വന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാക്സിയൻ പരിസരത്തിൽ നിന്നുള്ള വായനയിലും ഇവരെ ഒരു വാരിയർ എന്നുള്ള ഒരു പോരാളികൾ അല്ലെങ്കിൽ ആന്റി കൊളോണിയലിസ്റ്റ് പോരാളികൾ എന്നുള്ള പരിസരത്തിൽ നിന്നുള്ള വായനകൾ മാത്രമായി ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറത്ത് ഇവരെ ഒരു സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ള അർത്ഥത്തിൽ സമൂഹത്തെ ചേർത്ത് പിടിച്ച, എല്ലാവർക്കും ഒരു ഊർജ സ്രോതസ്സായ, എല്ലാവരും ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു മനുഷ്യത്വ പരിഗണന നൽകുന്ന ഒരു ലീഡേഴ്സ് എന്നുള്ള നിലക്കുള്ള വായനകൾ വളരെ പിന്നീടാണ് രൂപപ്പെട്ടു വരുന്നത് എന്നാണ്. അത് തന്നെ വേണ്ടതുപോലെ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ മമ്പുറത്തങ്ങന്മാരെ കുറിച്ചിട്ട് നേരത്തെ ഒരു പഠനം നടത്തിയിരുന്നു, ഒരു 20-25 കൊല്ലം മുമ്പ്. അന്ന് ആ അർത്ഥത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നമ്മളുടെ പ്രധാന ഫോക്കസും അന്നിവിടെ ഇങ്ങനെ അലതല്ലിയിരുന്ന ഒരു ആന്റി കൊളോണിയൽ പോരാളിയായ മമ്പുറം തങ്ങൾ എന്നുള്ള ഒരു പരിസരമായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സോഴ്സുകളും ആ നിലക്കാണ് അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ മമ്പുറം തങ്ങളെ ആ നിലക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു സൂഫിയായ തങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതാണ് വ്യാപകമായിട്ട് മലബാറിലെ ജനങ്ങൾക്കിടയിൽ വേരൂന്നിയിട്ടുള്ള ഒരു പരിസരം. മൂന്നാമതായിട്ട് ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനടുത്ത് തങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഏറനാട്, വള്ളുവനാട് ഭാഗത്ത് മമ്പുറം തങ്ങൾ എങ്ങനെ ഓർക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊന്നിങ്ങനെ ഒരു ഫീൽഡ് വർക്ക് നടത്തിയപ്പോൾ ശരിക്കും നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചതിനപ്പുറത്ത് ഇവിടത്തെ ജനങ്ങളുടെ മനസ്സിൽ തങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരുപാട് രേഖകൾ പല രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിനപ്പുറത്താണ് തങ്ങൾ ഇവിടെ നിലനിന്നിരുന്നത് എന്നും. കഴിഞ്ഞ ഒരു 200 വർഷം മുമ്പ്, ഒരു 150 വർഷം മുമ്പ് മരിച്ചുപോയ, എന്നാൽ 200 വർഷം മുമ്പ് സജീവമായിട്ട് മലബാറിന്റെ വളരെ ആഴത്തിൽ ഇടപെട്ടിരുന്ന ഒരു മനുഷ്യനെ ഇന്നും
മലബാറിലുള്ള ഓരോ വീടുകളും ഒരു 5 വർഷം മുമ്പ് ഭരിച്ച ഒരു മനുഷ്യനെ പോലെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല ശേഷിപ്പുകളിലൂടെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ധാരാളം രേഖകൾ, ധാരാളം തെളിവുകൾ നമ്മളിങ്ങനെ അനുഭവിച്ചറിയുകയാണ്. അപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഇവിടെ ഒരു ജാതി മതഭേദമന്യേ അപ്പുറത്ത് തങ്ങളെ ജനങ്ങളെങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു പോയപ്പോൾ ഇപ്പോ ഈ മലബാറിന്റെ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഏറനാടിന്റെ വള്ളുവനാടിന്റെ ഉദ്ദേശങ്ങളിൽ നമ്മളങ്ങനെ സഞ്ചരിച്ചപ്പോൾ പല വീടുകളിലും ഹിന്ദു വീടുകൾക്ക് കുറ്റിയടിച്ച ഒരു മമ്പ്രതങ്ങളെ നമ്മൾ കാണുകയാണ്. ധാരാളം ഹിന്ദു വീടുകൾക്ക് മമ്പ്രതങ്ങൾ കുറ്റിയടിച്ചതിന് വളരെ ഒരു ബഹുമാനപൂർവം ഇന്നും ആ തലമുറകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. മാത്രമല്ല ഇന്നും അതിനെ അവരൊരു തങ്ങൾ വന്ന ഇടം അല്ലെങ്കിൽ തങ്ങൾ കുറ്റിയടിച്ച വീട് അതിനെ പൊളിക്കാതെ അവർ സംരക്ഷിക്കുന്നത് ഹിന്ദു വീടുകൾ ഇന്നും അങ്ങനെ സംരക്ഷിച്ചു വെക്കുന്നു. പൊളിച്ചാൽ തന്നെ അതിന്റെ തറ അങ്ങനെ തന്നെ നിലനിർത്തി പുതിയ വീട് ഉണ്ടാക്കുന്നു, അഭിമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാപ്പിളാർക്ക് അപ്പുറത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഈവൻ ബ്രാഹ്മണ വിഭാഗങ്ങൾക്കിടയിൽ പോലും ഈ ഒരു കണക്ഷൻ വ്യാപകമായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ താനൂര് ഭാഗത്ത് പോയപ്പോൾ, അയ്യായ ഭാഗത്ത് പോയപ്പോൾ ഇതുപോലെയുള്ള വിവിധ വീടുകൾ, വ്യത്യസ്ത തറവാടുകൾ തങ്ങളെ ഓർക്കുന്നത്, ഹിന്ദു തറവാടുകൾ തങ്ങൾ ഓർക്കുന്നത് അങ്ങനെയാണ്. മാത്രമല്ല നമ്മൾ അന്നത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോ പല ദേശങ്ങളും പ്രത്യേകിച്ച് ഈ പൊന്മുണ്ടം ഭാഗത്ത് അല്ലെങ്കിൽ താനൂര് ഏരിയകളിൽ തന്നെ തിരൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ തങ്ങൾ ഇവിടുത്തെ എല്ലാവരെയും ഇപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അവിടെ തങ്ങൾ അതിനെ ക്ഷണിക്കുന്നത്, അതിൽ നിർമ്മാണ പ്രവർത്തകരായിട്ട് ക്ഷണിക്കുന്നത് വ്യത്യസ്ത തൊഴിലിടങ്ങളിൽ ഇവിടെ ജീവിച്ചിരുന്ന ഇവിടുത്തെ താഴ്ന്ന ജാതി വിഭാഗങ്ങളെയാണ്. അവരെ കൊല്ലന്മാരായിട്ട്, അവരെ നിർമ്മാതാക്കളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ജോലികൾ കൊടുത്തിട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മമ്പ്രതങ്ങളെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അയ്യങ്കാളിയിലേക്ക് നമ്മൾ ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ 2 രീതിയിലാണ് ഈ തങ്ങന്മാരുടെ സമൂഹത്തിലേക്കുള്ള ഇടപെടലുകൾ. അല്ലെങ്കിൽ 1800-കൾക്ക് ശേഷം 1950-കൾ 1850-കൾ മുതൽ 1950-കൾ വരെ പ്രധാനമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിഫോം മൂവ്മെന്റ്സുകളും അതിന്റെ ആചാര്യന്മാരും വന്നൊരു ഘട്ടമാണ്. ഒരുപക്ഷെ എല്ലാവരും ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ സജീവമാകുന്നതും ഈ അധസ്ഥിത വിഭാഗങ്ങളുടെ ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് ഇടപെട്ട് വരുന്നതും. ഇവരുടെ ഒരു ഊർജ്ജസ്രോതസ്സായിട്ട് എന്തുകൊണ്ട് തങ്ങന്മാരുടെ പ്രത്യേകിച്ച് മമ്പ്രതങ്ങന്മാർ മാറുന്നു എന്നുള്ളത്, ഒന്ന് ഈ ഒരു സൂഫി പരിസരം, രണ്ടാമത്തത് ഈ സയ്യിദ്സ് എന്നുള്ള ആ ഒരു അവരുടെ ഒരു ജീവിത പരിസരം. അത് പ്രത്യേകിച്ചും 1700-കളിൽ ഇവർ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക സാഹചര്യം, അതേപോലെ തന്നെ മഖ്ദൂമുമാരുടെ മതപരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു നെറ്റ്വർക്ക് ഉദ്ദേശങ്ങളിൽ വ്യാപകമായിട്ടൊരു ഘട്ടം. അതിലപ്പുറം സാമൂഹികമായിട്ട് ഏറ്റവും കൂടുതൽ മലബാർ ഈ ജാതി വിവേചനത്തിന്റെ ഉച്ചനീചത്വങ്ങളിൽ പിടിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ശരിക്കും തങ്ങന്മാരുടെ ഒരു 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മമ്പ്രതങ്ങൾ 1770-കൾ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം മമ്പ്രത്ത് വന്ന് സെറ്റിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടുന്നതിന്റെ ഒരു രീതി ശാസ്ത്രം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു സഞ്ചാരമാണ്. നിരന്തരമായിട്ട് ഏറനാടിന്റെ അല്ലെങ്കിൽ വള്ളുവനാടിന്റെ ഉദ്ദേശങ്ങളിലൂടെ നിരന്തരം സഞ്ചരിച്ച് ഓരോ ദേശത്തും പോയിട്ട് അവിടുത്തെ തദ്ദേശീയരായ ലോക്കൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അവിടുത്തെ ജന്മികളെ അദ്ദേഹം സമീപിക്കുന്നുണ്ട്. അത് മാപ്പിള ജന്മികളുണ്ട്, ഹിന്ദു ജന്മികളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ ഹിന്ദു ജന്മികൾ ഇവിടുത്തെ ബ്രാഹ്മണ ആളുകളെ പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു സെമി ജന്മി വ്യവസ്ഥിതിയിൽ മാപ്പിള ഒരു ടീമിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ എവിടെ പോകുമ്പോഴും ആദ്യം ഇവരെ സമീപിക്കുന്നു. ഇവരെ സമീപിച്ചിട്ട് അവരെ വശ്യമായിട്ട് സ്വന്തമാക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഒരു സ്വാധീനം വെച്ചുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതും. പലയിടത്തും ഇവരുടെ സ്വാധീനത്തിൽ അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ പള്ളിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ, പള്ളിപ്പുറം പള്ളി തങ്ങൾ കുറ്റിയടിച്ചൊരു പള്ളിയാണ്. അപ്പൊ അവിടെ മമ്പ്രതങ്ങൾ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ബ്രാഹ്മണ കുടുംബമുണ്ട്. തങ്ങൾ ആ ബ്രാഹ്മണ കുടുംബത്തിൽ ആ വീട്ടിലാണ് തങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിൽ താമസിച്ചിട്ടാണ് തൊട്ടടുത്തുള്ള പള്ളിപ്പുറം പള്ളി ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവര് ഭക്ഷണം കൊടുക്കുന്നുണ്ട് തങ്ങൾക്ക്.
മാത്രമല്ല തങ്ങൾ ആ സമയത്ത് അവിടെ ഇന്ന് പോയാൽ ഒരാൾ കഥ പറയും, അവിടെ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. അപ്പൊ തങ്ങൾ പറയുന്നുണ്ട് ആ തേക്ക് നമുക്ക് തരണം ഇവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കടലുണ്ട് പുഴയിലൂടെ ആ തേക്ക് മുറിച്ചിട്ട് മമ്പുറത്തേക്ക് കൊണ്ടുവരുന്ന കഥ പറയുന്നുണ്ട്. മാത്രമല്ല അന്ന് ഒരു സമ്മാനമായിട്ട് അവിടുത്തെ ക്ഷേത്രത്തിലെ ബ്രാഹ്മണ മേധാവി തങ്ങൾക്കൊരു വിളക്ക് നൽകുന്നുണ്ട്. അവരുടെ പേരും അതൊക്കെ എഴുതിയിട്ടുള്ള ഒരു വിളക്ക്. അത് മമ്പുറത്ത് കാലങ്ങളോളം അവിടെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോ ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള നമ്മൾ കാണുന്ന ഓരോ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സ്വാധീനമുള്ള ആളുകളെ സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ ഒരു ജാതീയ വിവേചനത്തിന്റെ ഒരു പ്രസക്തിയെ നിഷ്പ്രഭമാക്കുന്നു. അതിന്റെ ബാരിയേഴ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് തങ്ങളുടെ പല ഇതിലും നമ്മൾ കാണുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഓന്തുനായരെ കുറിച്ച് പറയുമ്പോൾ, കപ്പാട് കൃഷ്ണമണിക്കരെ കുറിച്ച് പറയുമ്പോഴും ഇവരെയും ജാതീയമായിട്ട് മാറ്റപ്പെട്ടിരുന്ന വിഭാഗത്തെയും ഒരേപോലെ പരിഗണിക്കുന്ന, നമ്മൾ സഹോദരൻ അയ്യപ്പനെയും മറ്റും കുറിച്ച് പറയുമ്പോൾ ഈ ഒരേ സുപ്രയിൽ നിന്ന് എല്ലാവരെയും വരുത്തി ഭക്ഷണം കഴിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ 1700 എൻഡിൽ തന്നെ മമ്പുറത്തിന്റെ അല്ലെങ്കിൽ തിരൂരങ്ങാടിയിലെ പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ട് ഇവിടുത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരേ സുപ്രയിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു മമ്പുറം തങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കാരണം തങ്ങളുടെ ബന്ധങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് ഇപ്പോ ഈ ജാതീയമായിട്ട് വലിയ അർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടപ്പോൾ തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്നത് തന്നെ ഇവർക്ക് ഒരു പരിഗണന ലഭിച്ചു എന്നുള്ളതാണ്. അഥവാ പൊതുവിടത്തിൽ നടക്കാൻ പറ്റാതെ, വായിക്കാനോ എഴുതാനോ വിദ്യാഭ്യാസപരമായിട്ട് ഒരു പരിഗണനയും ലഭിക്കാതെ, മാത്രമല്ല എല്ലാ അർത്ഥത്തിലും പിന്തള്ളപ്പെടുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവരെയും മനുഷ്യരാണ് എന്ന് ഒരു ചേർത്തുപിടിക്കലിന്റെ ഒരു നനവ് ഇവിടെ ഉണ്ടായിരുന്ന ജാതീയ വിഭാഗങ്ങൾ, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ അനുഭവിക്കുകയാണ് ശരിക്കും തങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ 1830 കാലഘട്ടത്തിലൊക്കെയാണ് സെൻസസ് വരുന്നതും ഇവിടുത്തെ വലിയ അർത്ഥത്തിൽ കൺവേർഷനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷെ അതിനപ്പുറത്ത് തന്നെ തങ്ങളുടെ ഒരു നനവുള്ള സാന്നിധ്യം കൊണ്ട് വലിയ അർത്ഥത്തിൽ മതസ്വീകാരം ഉണ്ടാകുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വലിയ അർത്ഥത്തിൽ ആളുകൾ പ്രവഹിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ആ കാലത്ത് നടന്ന ഇവിടുത്തെ പല സമരങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം അന്വേഷണം ഞങ്ങൾക്ക് പോകുമ്പോഴും ഒരു ജാതീയ പരിസരമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടിയാറ യുദ്ധം നോക്കുകയാണെങ്കിൽ, മുട്ടിച്ചിറ യുദ്ധം നോക്കുകയാണെങ്കിലും, ചേറൂർ യുദ്ധം നോക്കുകയാണെങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം ജാതീയതയാണ്. ഇപ്പോ ചേറൂർ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് 4 പേര് മുസ്ലിം ആകുന്നു. അതാ ഇവിടുത്തെ കപ്പാട് കൃഷ്ണപണിക്കർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ജന്മിയുടെ കീഴിൽ തൊഴിലെടുത്തിരുന്ന 4 പേര്, ഒരു മമ്പ്രനാഥന്മാര് നേരത്തെ നിരന്തരമായി ബന്ധമുള്ളവരാണ്. അവര് തങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, അവർ മുസ്ലിമായി വരും. പക്ഷേ കപ്പാട് കൃഷ്ണപണിക്കര് തൊട്ടടുത്ത ദിവസം ഇവര് തൊഴിലിടത്തിലേക്ക് വരുമ്പോൾ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. അദ്ദേഹം കുപിതനാകുന്നു. ഈ കപ്പാട് കൃഷ്ണപണിക്കർ തങ്ങളുമായിട്ട് നേരത്തെ ബന്ധമുള്ള ആളാണ്, ബ്രാഹ്മണ ജന്മിയാണ്. അതേസമയം ഇത് ഈ ലോക്കൽസ് തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിം ആകുന്നു. തൊട്ടടുത്ത ദിവസം തൊഴിലിടത്തിലേക്ക് വരുമ്പോൾ വസ്ത്രം ധരിച്ചു വരുന്നു. ഇത് അവിടെ ഒരു പ്രശ്നമായിട്ട് വരികയാണ്. കപ്പാട് കൃഷ്ണപണിക്കർ അവരുടെ വസ്ത്രം പിച്ചി ചീന്തുന്നുണ്ട്. ഇത് നിങ്ങൾ മതമാർഗമായിട്ട് ബന്ധപ്പെട്ട് അവരെ ആക്ഷേപിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മമ്പ്രതങ്ങന്മാരുടെ അനുയായികൾക്കിടയിൽ പുകയാണ്. തങ്ങൾ പരിഗണിച്ച അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരു ടീമിനെ കൃഷ്ണപ്പണിക്കർ അധിക്ഷേപിച്ചു എന്നുള്ളൊരു വിഷയം അത് പുകഞ്ഞാണ് ശരിക്കും ചേറൂർ യുദ്ധം അതിലേക്ക് എത്തിപ്പെടുന്നതും. അതിൽ അവസാനത്തിൽ തങ്ങൾ തന്നെ പങ്കെടുത്തു എന്ന രീതിയിലാണ് പറയുന്നത്. അഥവാ തങ്ങളുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്ന, സൗഹൃദമുണ്ടായിരുന്ന കൃഷ്ണപ്പണിക്കർ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും ഈ ജാതീയമായ വിവേചനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുമ്പോൾ, അകറ്റി നിർത്തുമ്പോൾ അവിടെ വളരെ നീതിബോധത്തോടെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു മമ്പ്രതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുട്ടിച്ചിറ യുദ്ധത്തിലും ഇതേ വിഷയം തന്നെയാണ്. അഥവാ ആളുകൾ മതം മാറിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ വസ്ത്രം, അവർക്ക് ഈ വലിയ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ടില്ല. അവരൊരു വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ രാവിലെ ഡ്രസ്സ് അലക്കിയിട്ട് ഉള്ള ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിട്ടത് ജന്മികൾ വന്നിട്ട് മുറുക്കി തുപ്പി അത് അശുദ്ധമാക്കുകയാണ്. അവിടെ നിന്നാണ് ആ ഒരു വലിയൊരു സമരത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന പല പോരാട്ടങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ജാതി
നേരത്തെ രൂപപ്പെടുത്തി വെച്ച ആ ഒരു നിർമ്മിതിയെ അവരൊരു ഇസ്ലാമാവുക മുസ്ലിമാവുക എന്നുള്ള ഒരു 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 മാറ്റത്തിലൂടെ ആ ജാതി നിർമ്മിതിയെ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് ഇവിടെയുള്ള പല യുദ്ധങ്ങളും. നമുക്കറിയാം സെയ്ദ് ഫസൽ തങ്ങളിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അദ്ദേഹത്തിന്റെ മമ്രൂൺ തങ്ങൾക്ക് ശേഷം 1844 മരിച്ചതിന് ശേഷം 4 വർഷം തങ്ങൾ മക്കത്ത് പോയി ജീവിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4-5 വർഷം മാത്രം ഇവിടെ സജീവമായിട്ട് ഒരു ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ മമ്രൂൺ തങ്ങളെക്കാൾ ഒരു പക്ഷെ വളരെ സജീവമായിട്ട് സമൂഹത്തിൽ ഇടപെട്ട ആളായിരുന്നു ഫസൽ തങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലും ഈ ഒരു ജാതീയ പരിസരത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോ ഈ നമ്മുടെ അയ്യങ്കാളിയുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ ഈ സമരം നടത്തുക അല്ലെങ്കിൽ തൊഴിലാളികളുടെ തൊഴിൽ നിർത്തിവെക്കുക എന്നുള്ള ഒരു സമര മാതൃക, തൊഴിൽ നിർത്തിവെച്ചിട്ട് ജന്മിത്വത്തോട് പോരാടുക എന്നുള്ള ഒരു സമര മാതൃകയുടെ പേര് ഒരുപക്ഷെ നമ്മൾ മമ്പ്രം ഫസൽ തങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസൽ തങ്ങൾ ആളുകളോട് പറയുന്നത്, നിങ്ങൾ വെള്ളിയാഴ്ച ജന്മികളുടെ ഭൂമിയിലേക്ക് തൊഴിലെടുക്കാൻ പോകരുത്, ഒരു സമരം മാതൃകയായിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നതാണ്. വെള്ളിയാഴ്ച നിങ്ങൾ തൊഴിലെടുക്കാൻ പോകരുത്, കാരണം വെള്ളിയാഴ്ച നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് വരുന്നതിലൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇസ്സത്ത് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും ജന്മികളെ തമ്പ്രാൻ എന്ന് വിളിക്കരുത് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജന്മികളെ അതാ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യത്വത്തിന്റെ ആ ഒരു സമത്വം ബോധം അത് അതിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ ഓരോ കാര്യത്തെയും നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ജന്മികളെ തമ്പ്രാൻ എന്ന് വിളിക്കാൻ പാടില്ല, അവരുടെ ഉച്ഛിഷ്ടം ഭുജിക്കാൻ പാടില്ല, വെള്ളിയാഴ്ച നിങ്ങൾ തൊഴിലിന് പോകരുത് പോലെയുള്ള പ്രഖ്യാപനമൊക്കെ ഫസൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പോ ഒരു ജാതീയ പരിസരം രൂപപ്പെടുത്തിയ ഒരു സാമൂഹിക ക്രമത്തിലാണ് ശരിക്കും മമ്പ്രം തങ്ങന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷെ ആ അർത്ഥത്തിൽ വേണ്ടതുപോലെ വായിക്കപ്പെട്ടിട്ടില്ല എന്നല്ല. പക്ഷെ അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡുവൽ രീതികൾ ഇവിടെ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ജന്മികൾ അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്നുള്ള ഒരു സാധനത്തെ പൂർണ്ണാർത്ഥത്തിൽ മാറ്റി നിർത്തുന്നില്ല, അവരെയും ചേർത്ത് പിടിച്ചിട്ട് അവരിൽ സ്വാധീനം ഉണ്ടാക്കുകയും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ പലരുള്ള ഷേപ്പുകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതേസമയം അവർ ഈ നീതിവിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ട് അതിനെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്ന ആ ബന്ധത്തെ പോലും പരിഗണിക്കാതെ, കൃഷ്ണമണിക്കരൊക്കെ വളരെ നല്ല ബന്ധത്തിലാണ്, ബന്ധത്തെ പോലും പരിഗണിക്കാതെ തുറന്നടിക്കുന്ന ഒരു മമ്പ്രന്തങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ഈ ജാതി വിഭാഗങ്ങളെ അല്ലെങ്കിൽ അവരൊക്കെ പ്രത്യേക പരിഗണന നൽകിയിട്ട് വളർത്തിക്കൊണ്ടുവരികയും ചേർത്ത് പിടിക്കുകയും അവരെ ഒരു സെറ്റിൽമെന്റ് തന്നെ അവർ ഇപ്പോ പള്ളികളോട് ചേർന്ന് നിന്നിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു മമ്പ്രന്തങ്ങളെ കാണാൻ പറ്റും. നമ്മുടെ കൊടിഞ്ഞി ഭാഗത്തൊക്കെ പോയാൽ ശരിക്കും കൊടിഞ്ഞി ദേശത്തിന്റെ ഒരു ഡിസൈൻ ഒരു എന്താ പറയാ ഒരു ഗ്രാമ സംവിധാനം ഒരു പള്ളി കേന്ദ്രീകൃതമായിട്ട് രൂപപ്പെടുത്തുന്നത് ശരിക്കും മമ്പ്രന്തങ്ങളെ നമുക്ക് ആ അർത്ഥത്തിൽ വായിക്കാൻ പറ്റും. അവിടെ ഓരോ ദേശത്തേക്ക് പോകുമ്പോഴും അവിടെ ഒരു ജന്മികളെ കാണും. ജന്മികളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് തങ്ങൾ അവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കുക, പള്ളി നിർമ്മാണത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക ഒക്കെ അവരെ ആ രീതിയിലാണ്. അദ്ദേഹം അങ്ങനെ മൂപ്പന്മാരെയൊക്കെ വലിയ അർത്ഥത്തിൽ ഈ വെട്ടത്തുനാട് ഭരണാധികാരികളുടെ പ്രത്യേക അംഗീകാരം ലഭിച്ചവരായിട്ടാണ് മൂപ്പന്മാർ വരുന്നത്. ഈ മൂപ്പന്മാര് മലബാറിന്റെ ഉദ്ദേശത്ത് വലിയ അർത്ഥത്തിൽ ലാൻഡും റിസോഴ്സ് ഉള്ള ആളുകളായിരുന്നു. തങ്ങൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹർനാടിന്റെ ഉൾദേശത്ത് വ്യാപകമായിട്ട് ഇടപെടുന്നുണ്ട്. ആ ഒരു സ്വാധീനം ഓരോ ദേശത്ത് പോകുമ്പം അവരുണ്ടെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടാനും അവിടെ പള്ളികൾ ഉണ്ടാക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ കൊടിഞ്ഞി ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു ജന്മിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരാളെ തങ്ങൾ കാണുന്നില്ല. തങ്ങൾ നേരെ പോകുന്നത് പരപ്പനങ്ങാടി ഭാഗത്ത് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ചാണ് അവിടെ പള്ളി ഉണ്ടാക്കുന്നത്. ഈ പള്ളി ഉണ്ടാക്കുന്നതിന് അതിന്റെ ഓരോ തൊഴിലുകൾ എടുക്കാൻ കൊണ്ടുവരുന്നതും വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇന്നും നമ്മൾ കൊടിഞ്ഞിയിൽ പോയിട്ട് നോക്കിയാൽ അവിടെ റമദാൻ മാസത്തിൽ ഒരു വ്യത്യസ്ത ഭക്ഷണ വിതരണമായിട്ട് നൽകുന്ന വ്യത്യസ്ത ആചാരങ്ങളുണ്ട്. ഇപ്പോ അവിടെ ഇന്നും കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരിതാണ് ഈ പള്ളി തങ്ങൾ
കുറ്റിയടിച്ച പള്ളി ഉദ്ഘാടനം, ഈ ഉദ്ഘാടനത്തിന്റെ വാർഷികം ഓരോ വർഷവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാൻ മാസത്തിലാണ് എൻ്റെ ഓർമ്മ. അന്ന് ഭക്ഷണ വിതരണം ചെയ്യുമ്പോൾ 1/3 ഭാഗം ഫുഡ് അവിടുത്തെ ഈ താഴ്ന്ന വിഭാഗങ്ങൾക്കാണ്. ഇന്നും അവർ പ്രത്യേകമായിട്ട് അത് വീതിച്ചു. റമദാൻ മാസത്തിൽ അവര് ഒരു എന്താ പറയാ കാലികളെ അറുത്തുകൊണ്ട് ഇറച്ചി വിതരണം ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ തോല് ഇന്ന വിഭാഗത്തിന്, ഭക്ഷണത്തിന്റെ ഇത്ര വിധം ഇന്ന വിഭാഗത്തിന് തങ്ങൾ തുടങ്ങി വെച്ച ഒരാചാരം ഇന്നും തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തങ്ങളുടെ ഒരു പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ തങ്ങൾ വായനകളുടെ ഒരു പരിമിതി, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊളോണിയൽ പരിസരത്തിൽ നിന്നുള്ള ഒരു ഫണാറ്റിക് സോണിൽ മാത്രം നിർത്തിയിട്ട് തങ്ങളെ വായിച്ചതിൻ്റെ ഒരു മഹാപരിമിതി വലിയ അർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തത് ഈ ഒരു മാക്സിയൻ പരിസരത്തിൽ നിന്ന് പിൽക്കാലത്ത് ഇതിന്റെ ഒരു പോരാളിയായ തങ്ങളെ മാത്രം വായിക്കുന്ന രീതിയിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് നമ്മളെ ഈ അടുത്ത കാലം വരെയുള്ള ധാരാളം പഠനങ്ങൾ. അതിനപ്പുറത്തേക്ക് വിപുലമായിട്ട് നമുക്ക് ശരിക്കും തങ്ങളുടെ സ്വാധീനം ഇന്നും ഇപ്പൊ നമ്മൾ സഞ്ചരിച്ച് പോയപ്പോൾ പല ഭാഗങ്ങളിൽ ആശാരി കുടുംബങ്ങളെ കണ്ടെത്താൻ പറ്റി. ആശാരി കുടുംബങ്ങൾ, ഈ ആശാരി കുടുംബങ്ങൾ തങ്ങൾ ഒരു ദേശത്തേക്ക് പോയാൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ അവരോട് പറയും ഈ ഭാഗത്തുള്ള എല്ലാ ആശാരിമാരെയും വിളിക്കാൻ പറയും, ഈ കുറ്റിയടിക്കുന്ന ആളുകൾ മൊത്തം. അതിൽ ധാരാളം ആളുകൾ വരും. ഇവരൊക്കെ വന്നിട്ട് കുറ്റിയടിക്കും. തങ്ങൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വീക്ഷിക്കും. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ പല ദേശത്ത് ഇപ്പൊ നമ്മള് ഈ പൊന്മുണ്ട ഭാഗത്ത് പോയി, അതേപോലെ ഇവിടെ കോഴിക്കോട് ഭാഗത്ത് ഈ ഒരു സ്ഥലത്ത് പോയി, അതേപോലെ ഈ ചുമ്മാട് ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് പോകുമ്പോഴും തങ്ങളെല്ലായിടത്തും സ്വീകരിച്ച ഒരു സെയിം രീതിയില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് തങ്ങൾ അവിടെ ഇരിക്കുകയില്ല. തങ്ങൾ ഇരുന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടായിരിക്കും പരിസരത്തുള്ള എല്ലാ കുറ്റിയടിക്കുന്ന ആളുകളെയും വ്യത്യസ്ത മതത്തിൽപ്പെട്ട പ്രത്യേക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അതാണ് ആദ്യ വിഭാഗങ്ങളാണ് ഉണ്ടാവുക. അവരൊക്കെ വന്നിട്ട് കുറ്റിയടിക്കും. അവരൊക്കെ കുറ്റിയടിച്ചിട്ട് ലാസ്റ്റ് പലയിടത്തുനിന്നും കാണുന്ന ഒരേ രീതി. ഒരാൾ എന്ത് ചെയ്യും, കുറ്റിയടിക്കുന്നുണ്ടാവില്ല, തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ തങ്ങൾ അദ്ദേഹത്തെ ചോദിക്കും, നിങ്ങൾ എന്താണ് കുറ്റിയടിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറയും, തങ്ങൾ തമ്പ്രാൻ ഇരുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തെ ഏറ്റവും പ്രോപ്പറായ സ്ഥലം. ഇതൊരു ഷെയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ ഒരു 4 സ്ഥലത്ത് നിന്നെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. സെയിം കഥ. ഇപ്പൊ നമ്മൾ കോഴിക്കോട് പോയപ്പോ കോഴിക്കോട് ഫറോക്കിന്റെ അടുത്ത് തങ്ങളെ ഇവിടെ നിന്ന് തോണിയിൽ കയറ്റിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോയപ്പോഴും അവർ ആ കുറ്റിയടിച്ചതിന്റെ കഥ പറഞ്ഞപ്പോ ആ പരിസരത്തുള്ള ഹിന്ദുക്കളെ കൊണ്ടുവന്നിട്ടാണ് അതിനെ കുറ്റിയടിക്കാൻ തങ്ങൾ പറയുന്നത്. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ആളുടെ തലയിൽ കൈവച്ച് തങ്ങൾ പറയും, മോനെ നീയാണ് ആശാരി. അപ്പൊ ഇതൊരു വരമായിട്ട് മാറും. എന്നിട്ട് ആ ഫാമിലി പിൽക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട ആശാരിമാരായിട്ട് വരുന്നു. അവരുടെ മനസ്സിൽ ഈ തങ്ങളുടെ വരം വലിയൊരു പവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ പൊന്മുണ്ട ഭാഗത്ത് പോയപ്പോൾ ഈ അടുത്താണ് തങ്ങൾ കുറ്റിയടിച്ച പള്ളിയാണ്. പൊന്മുണ്ട ഭാഗത്തെ പള്ളി അടുത്ത് അത് റീവർക്ക് ചെയ്തു. ഇപ്പൊ റീവർക്ക് ചെയ്യുമ്പോഴും അതിന് ക്ഷണിക്കുന്നത് തങ്ങൾ അന്ന് വരം നൽകിയ അതേ ഫാമിലിയിൽപ്പെട്ടവരാണ്. അപ്പൊ ഒരു തെയ്യനാശാരി അദ്ദേഹത്തോട് പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഫാമിലി ഇന്നും എൻ്റെ ഉപ്പ, എൻ്റെ അച്ഛൻ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ ഇവിടെ മമ്പുറത്ത് പാലില്ലാത്ത സമയത്ത് തോണിയിൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു മാസത്തിൽ പലതവണയായിട്ട്. ആ ഒരു ബന്ധം ഇന്നും ഞാൻ നിലനിർത്തുന്നു. ഞങ്ങളുടെ താവഴയിൽ, ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അറിയപ്പെട്ട ആശാരിമാരായിരുന്നു. ധാരാളം കേരളത്തിൽ അനവധി പള്ളികൾക്ക് കുറ്റിയടിച്ച ഞങ്ങളാണ്. അതിൻ്റെ റീവർക്ക്, അലങ്കര പണികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അദ്ദേഹം ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇന്നും അദ്ദേഹം അതേ തൊഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മമ്പുറത്ത് വരുന്നു. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഫറോക്കിൽ പോയപ്പോൾ അതൊരു മനുഷ്യൻ, അദ്ദേഹം അവിടുത്തെ ഈ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം നിരന്തരം മമ്പുറത്ത് വരുന്നുണ്ട്. അദ്ദേഹം ഇന്നൊരു എഞ്ചിനീയർ കൂടിയാണ്. പള്ളികൾക്ക് കുറ്റിയടിക്കുക, അതിന്റെ അലങ്കാര പണികൾ നടത്തുക എന്നുള്ളത്. ഇതുപോലെ കേരളത്തിൽ നമുക്ക് രസകരമായിട്ട് തോന്നുന്ന ധാരാളം ഹിന്ദു ഫാമിലികളിൽ നമ്മളെക്കാൾ ആദരവോടെ ജീവിക്കുന്ന ഒരു മമ്പുറം തന്നെ. ഇവിടുത്തെ താഴ്ന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ നമ്മളെക്കാൾ ആദരവോടെ ജീവിക്കുന്ന ഒരു മമ്പുറം തങ്ങളെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ മമ്പുറത്ത് പോകുമ്പോഴും എന്തുകൊണ്ട് അവിടെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ കാണുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരം ലിങ്കുകളാണ്. ഒരിക്കലും ഒരു മുസ്ലിം അല്ലെങ്കിൽ നമ്മളുടെ സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തങ്ങളല്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇത് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നല്ലേ, കഴിഞ്ഞ ഒരു 200 വർഷം കേരളം ആസ്വദിക്കുന്ന ഈ ബഹുസ്വരതയുടെ പേര്, അതിന്റെ ഒരു കടിഞ്ഞാൺ ചെന്ന് നിൽക്കുന്നത് മമ്പ്രം തങ്ങന്മാരിലാണ് എന്നാണ്. മമ്പ്രം തങ്ങന്മാരുടെ ആ ഒരു ഇടപെടലുകൾ, കാരണം അത്രമാത്രം പ്രാധാന്യത്തോടെയാണ്. ഒരു ഹിന്ദു ഫാമിലി പോലും ഇന്ന് അയ്യായ ഭാഗത്ത് പോയപ്പോൾ അവിടെ അവർ വീട്
റീവർക്ക് നടത്തുമ്പോഴും ആ തങ്ങൾ കുറ്റിയടിച്ച വീടിനപ്പുറത്തേക്കോ അല്ല അതിനെ കളയാൻ അവർ ഇന്നും ധൈര്യപ്പെടുന്നില്ല. അത്രയും ആദരവോടെ ആ ഒരു ഓർമ്മയെ അവർ നിലനിർത്തുന്നുണ്ട്. അപ്പോ വളരെ ജനകീയമായിട്ട് ഇവിടുത്തെ സർവ്വജനങ്ങളെയും ചേർത്ത് പിടിച്ച് ഈ ജാതീയ വിവേചനം എന്ന് പറയുന്ന ഒരു ബാരിയറിനെ മറ്റുള്ളവരെ ഇവിടുത്തെ ബ്രാഹ്മണ സവർണ വിഭാഗത്തെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് നിഷ്പ്രഭമാക്കുന്ന ഒരു രീതിശാസ്ത്രം ആയിട്ടാണ് പലപ്പോഴും അമ്രൻ നങ്ങന്മാരുടെ ഒരു സാമൂഹിക ഇടപെടലുകളെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ആഴത്തുള്ള അന്വേഷണത്തിന്റെ ഒരുപാട് ശേഷിപ്പുകൾ ഇന്നും ശേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ കഴിഞ്ഞ 200 വർഷത്തിന്റെ പരിസരത്തിൽ നിന്ന് തങ്ങളിലേക്ക് നീളുന്ന ഇത്തരം ഒരു സാമൂഹിക ഉദ്യാനത്തിന്റെ വേരുകൾ നമുക്ക് വലിയ അർത്ഥത്തിൽ സമാഹരിക്കാൻ സാധിക്കും എന്ന് മാത്രം ആമുഖമായിട്ട് പറയുന്നു. ഓക്കെ, താങ്ക്സ്.